Okay, without any delay, let's begin. So, visual schedule. വളരെ ആകാംക്ഷയോടുകൂടി a lot of parents had asked me a lot of questions regarding this. So, that's the reason that ഈ ഒരു ടോപ്പിക് എടുത്ത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയത്. സോ നമ്മൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റ്സിൽ പോവാറുണ്ട് അല്ലേ? സോ വെൻ വി ഗോ ടു എ സൂപ്പർ മാർക്കറ്റ് അവിടെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യമായി കഴിയുമ്പോൾ ദി ജസ്റ്റ് ലവ് ടു ജസ്റ്റ് എൻറ്റർ ഇൻ ആൻഡ് ഇപ്പോൾ ഒരു കാർട്ട് വലിച്ച് നടന്നുകൊണ്ട് പോകുന്നൊരു കുഞ്ഞാണെങ്കിൽ they will start picking up a lot of toys and their favorite biscuits and what not. എല്ലാം കൂടി കാട്ടിലേക്ക് എടുത്തിട്ട് they will make sure that they have a very good day with whatever favorite products അവർ വാങ്ങുന്ന പോലെ. ലൈക്ക്വൈസ് ഇപ്പം നമ്മളും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒട്ടും പ്രിപ്പയർഡ് ആവാതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാതെ വി സിംപ്ലി ജസ്റ്റ് ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എന്നാ പറ്റും, നമ്മൾ കാണുന്നതൊക്കെ വൺ ബൈ വൺ നമ്മളെടുത്ത് വിൽ സ്റ്റാർട്ട് ഫില്ലിങ് ആ കാർട്ട്. നേരെ മറിച്ച് ഇഫ് വി ഹാവ് എ റിട്ടൺ ലിസ്റ്റ് prior going to a supermarket പറയുവാണ് വി ബൈ 1, 2, 3 സ്റ്റഫ്സ് ദാറ്റ് ഇത് മാത്രമേ നമ്മളിന്ന് വാങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് എ ക്ലിയർ ഐഡിയ ഓൺ എപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം, എന്തൊക്കെ അവിടെ നിന്ന് എടുക്കണം, ഏത് റാക്കിലേക്ക് തിരിയണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വി വിൽ ഹാവ് ഓൺലി ദോസ് സ്റ്റഫ്സ് ഇൻ ആ കാർട്ട് ആൻഡ് അത് ബില്ല് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് പോരും. സോ ദിസ് ഈസ് ഹൗ എ ഷെഡ്യൂൾ വർക്ക്. ഓക്കെ, നമുക്ക് റിട്ടൺ ആയിട്ട് നമുക്ക് ഓൾറെഡി കാണാൻ പറ്റുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ വി നോ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ. എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇൻ സ്പൈറ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഡിലേ, ഇൻ സ്പൈറ്റ് ഓഫ് ദ ബിഹേവിയറൽ ഇഷ്യൂ, എങ്ങനെ ഇവരുടെ ഒരു ഡേ നമുക്ക് ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ അവരുടെ ഡേ സിസ്റ്റമാറ്റിക് ആക്കാം, how to make it more meaningful for them. So behaviors or communication difficulties ഉള്ളപ്പോൾ തന്നെ what to do next എന്നുള്ളത് നമുക്ക് ഈ വെബിനാറിലൂടെ മനസ്സിലാക്കാം. സോ ആസ് വി ഗോ ഹെഡ് നമ്മൾ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ 3WH. ദ 3WH എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് visual schedules, which I would like to say VS. Okay, ഈ 3W'സിൽ when, what and where. Okay, അപ്പോൾ ഈ 3W's ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ 3W's ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ ദ ഫസ്റ്റ് W, വെൻ. എപ്പോഴാണ് എൻ്റെ കുഞ്ഞ് ഒരു വിഷ്വൽ ഷെഡ്യൂൾ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് എൻ്റെ കുഞ്ഞ് ഒരു വിഷ്വൽ ഷെഡ്യൂൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. ദ സെക്കൻഡ് തിങ്, വാട്ട്. എന്താണ് എൻ്റെ കുഞ്ഞിൻ്റെ വിഷ്വൽ ഷെഡ്യൂളിൽ എനിക്ക് വേണ്ടത്, എൻ്റെ കുഞ്ഞിൻ്റെ ബിഹേവിയേഴ്സ് ഓർഗനൈസ് ചെയ്യാൻ, എൻ്റെ കുഞ്ഞിൻ്റെ ഡേ ഓർഗനൈസ് ചെയ്യാനായിട്ട് എന്താണ് എൻ്റെ വിഷ്വൽ ഷെഡ്യൂളിൽ വേണ്ടത്. ആൻഡ് വെയർ, എവിടെയാണ് എൻ്റെ കുഞ്ഞ് ഈ പറഞ്ഞ വിഷ്വൽ ഷെഡ്യൂൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും മനസ്സിലാക്കാനുമായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ വിഷ്വൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിട്ടൺ ലിസ്റ്റ് അല്ലെങ്കിൽ കുറേ പിക്ചേഴ്സ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുറേ പിക്ചേഴ്സ് ഒട്ടിച്ച് വയ്ക്കുക. ഇത് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഷ്വൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ കടന്നു വരുന്നുള്ളൂ. ബട്ട് ദാറ്റ്സ് നോട്ട് ഇറ്റ്. വിഷ്വൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി പിക്ചേഴ്സ്, ഇറ്റ് ക്യാൻ ബി ഓബ്ജെക്ട്സ്, ഇറ്റ് ക്യാൻ ബി കുഞ്ഞിൻ്റെ ടോയ്സ്, ഇറ്റ് ക്യാൻ ബി anything, it can be shapes, colors, anything. ഒരു സിറ്റുവേഷൻ പോലും വിഷ്വൽ ഷെഡ്യൂൾ ആകാം. ലൈക്ക് വെരി സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് രാവിലെ കുഞ്ഞ് എഴുന്നേറ്റ് ബെഡ്മെന്ന് എഴുന്നേറ്റ് കുഞ്ഞ് പുറത്തോട്ട് വരിക. ഓക്കെ, സോ ബെഡ്മെന്ന് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ ദ ഫസ്റ്റ് തിങ് കുഞ്ഞ് വാഷ്റൂമിൽ പോകുമ്പോൾ കാണുന്നത് ബ്രഷ്. സോ ദ ബ്രഷ് ബിക്കംസ് ദ വിഷ്വൽ ഷെഡ്യൂൾ. എന്ത് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ബ്രഷിങ്ങിന് വേണ്ടിയിട്ട്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞ് കാണുന്നത് ടവൽ. So with the towel, കുഞ്ഞ് മുഖം വൈപ്പ് ചെയ്യുക. So that becomes the second object as a visual schedule.
പിന്നെ കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ബുക്സ് കാണുന്നു. So probably that becomes a schedule to say that okay, ingine next step is to organize yourself and go to school. So idum visual schedules agam. So it need not always have to be pictures or a set of cards, picture cards, or a set of 2D objects. Okay, or 3D object polum agam visual schedule ennullathu. Okay, so ഞാൻ പറഞ്ഞു when, what and where. Okay, but parents, as we go on, നിങ്ങൾക്ക് എന്തെങ്കിലും doubts, എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ please feel free to address. We will break and I will answer your question. എന്നിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. Okay, so visual schedule എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? Okay, so visual schedule എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് before we going into, ഞാനിവിടെ മോർണിംഗ് റൂട്ടീനിൻ്റെ ഒരു വിഷ്വൽ ഷെഡ്യൂൾ ഞാൻ ഡ്രോ ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, ദ മോർണിംഗ് റൂട്ടീൻ ഓഫ് മൈ ചൈൽഡ്. മോർണിംഗ്, സോ ദ ഫസ്റ്റ് റൂട്ടീൻ വരുന്നത് ബ്രഷ്. ദ സെക്കൻഡ് റൂട്ടീൻ വരുന്നത് മഗ്. ദ തേർഡ് റൂട്ടീൻ വരുന്നത് കുഞ്ഞിൻ്റെ ടവൽ. നെക്സ്റ്റ് കുഞ്ഞിൻ്റെ വരുന്നത് ഇറ്റ് ക്യാൻ ബി എ പ്ലേറ്റ്, ദെൻ ഇറ്റ് ക്യാൻ ബി കുഞ്ഞിൻ്റെ ഷൂ, ഇറ്റ് ക്യാൻ ബി ദ ബുക്സ്, it can be anything. Okay, so this is my child's morning schedule. So my child has to go pick up the brush, do a brushing first, and then my child has to go and have, take a shower, or the child has to use the cup and probably go for his potty time. Pinna adu kazhinja the towel where the child will have to dry himself or dry herself. Then the child has a plate, which means to say that the child is going to have his food after that. Pinne the shoe, which is going to show that the child is going to wear his shoes and socks and his dress to go to school, and the last is going to using his books to go to a school. So this simple a schedule can be. Okay, so we are going to see how to implement ഒരു ഷെഡ്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഷെഡ്യൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ്, നമ്മളൊരു ഷെഡ്യൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഈ പെർട്ടിക്കുലർ ഷെഡ്യൂൾ കുഞ്ഞിന് മാനേജബിൾ ആണോ എന്നുള്ളതാണ്. ഓക്കെ, so is it manageable for the child? ഈ ഷെഡ്യൂൾ ഞാൻ ഉണ്ടാക്കുന്ന ഷെഡ്യൂൾ, സോ ഞാൻ നേരത്തെ ഒരു ഷെഡ്യൂൾ കാണിച്ചത്, will the child be able to manage that particular schedule? Will the child be able to use that particular schedule എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണ്, രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പോവാം. ദ ഫസ്റ്റ് തിങ് ദ ചൈൽഡ് ഇസ് ഗോയിങ് ടു ഡു ഇസ് സ്കൂളിൽ പോവുക. The next thing സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പ്രോബബ്ലി പ്ലേ ടൈം ഉണ്ടാവും. ദെൻ ദ നെക്സ്റ്റ് തിങ് കുഞ്ഞ് ചെയ്യാൻ പോകുന്നത് പ്രോബബ്ലി എ ഷവർ or a bathing time, and then study time, and then sleep time. മോർണിംഗ് ടു ഈവനിങ് ഞാൻ ഈ ഒരു ഷെഡ്യൂളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ പ്രോബബ്ലി എൻ്റെ കുഞ്ഞ് ഈ ഷെഡ്യൂൾ എപ്പോഴും ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് പ്രോബബ്ലി മൈ ചൈൽഡ് പ്രിഫേഴ്സ് ടു ഡു എ സ്റ്റഡി ടൈം ഫസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഡസ് നോട്ട് പ്രിഫർ ടു ടേക്ക് എ ഷവർ ബട്ട് ടു ഗോ ആൻഡ് പ്ലേ ആഫ്റ്റർ മൈ സ്കൂൾ ടൈം. സോ ഇങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഹൗ ടു ഗെറ്റ് ഇറ്റ് മാനേജ്ഡ്, how to understand the child's preferences and how to get it managed one after the other എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The second thing what we can do is, so ഇത് മനസ്സിലാക്കണമെങ്കിൽ one thing you will have to remember is കുഞ്ഞിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. what my child is able to do versus what my child is not able to do എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. and activity
with non-preferred activity. Okay, mix the child's preferred activity with the child's non-preferred activity. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ കുഞ്ഞിന് എക്സാമ്പിളായിട്ട് ബാത്ത് ടൈം ഇഷ്ടമല്ല, ബട്ട് വി ഓൾവേസ് സേ ദാറ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്കൂളിൽ പോകണം. സോ വി ഓൾവേസ് ഹാവ് ദിസ് റൂട്ടീൻ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദേ ഹാവ് ടു ഗോ ടു ദ തെറപ്പി വാട്ട് എവർ. സോ ഇങ്ങനെ ബാത്ത് ടൈം ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ വിത്ത് ദ ചൈൽഡ്, it's always important that you're not supposed to force them. Okay, bath time is mandatory, so അത് ചെയ്തിരിക്കണം. No. ചിലപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് probably you can have a play time before the bath time. Okay, and ഈ ഒരു ഷെഡ്യൂൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ a play time before a bath time എന്ന് പറയുമ്പോൾ കുഞ്ഞ് കുറേയും കൂടിയും ഓർഗനൈസ്ഡ് ആൻഡ് കുറേയും കൂടി ഓക്കെ ആണ്. ഓക്കെ, പലപ്പോഴും കുഞ്ഞ് ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. കുഞ്ഞിൻ്റെ ബിഹേവിയർ എന്തുകൊണ്ടാണ്, ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ എന്തുകൊണ്ടാണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മിസ്സാക്കി പോകുന്നൊരു കാര്യമാണ്. അവരുടെ പ്രിഫറൻസസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ടോ? അവരുടെ പ്രിഫറൻസസ് അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവർ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവരുടെ ഡിസ്ലൈക്സ് ഓർ അവരുടെ നോൺ പ്രിഫേർഡ് ആക്ടിവിറ്റി അവർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ദേ വിൽ ബി ഏബിൾ ടു ആക്സെപ്റ്റ്. സോ ഇഫ് വി സേ ദാറ്റ് നോ, കുഞ്ഞിന് ഇഷ്ടമില്ലാത്ത ആക്ടിവിറ്റി കുഞ്ഞ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആഡമെൻ്റ് ആണെങ്കിൽ of course കുഞ്ഞ് അവിടെ ബിഹേവിയേഴ്സ് കാണിക്കും. നമ്മൾ ഈ ചെയ്യുന്ന ഫുൾ ഷെഡ്യൂൾ ഇസ് ഗോയിങ് ടു ബി a waste of time, അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സോ മച്ച് ഫോർ ദ ചൈൽഡ് ടു ടേക്ക് ഇൻ. Okay, so നമ്മളൊരു വിഷ്വൽ ഷെഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സീ വാട്ട് ദ ചൈൽഡ് പ്രിഫേഴ്സ്. കുഞ്ഞിന് ലൈക്സ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക ആൻഡ് മിക്സ് ഇറ്റ് അപ്പ് വിത്ത് ദോസ് ദാറ്റ് ദ ചൈൽഡ് ഹാസ് എ ഡിസ്ലൈക്ക് ഓൺ ഓർ ദ ചൈൽഡ് ഡസ് നോട്ട് പ്രിഫർ ഓൺ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു acceptance to do the activity will keep increasing. The next thing that we will do is keep it personalized. Okay, every visual schedule is supposed to be personalized. It has to be personalized because എൻ്റെ കുഞ്ഞിൻ്റെ ഷെഡ്യൂൾ ആയിരിക്കില്ല വേറൊരാളുടെ കുഞ്ഞിൻ്റെ ഷെഡ്യൂൾ, അല്ലെങ്കിൽ വേറൊരാളുടെ കുഞ്ഞിൻ്റെ ഷെഡ്യൂൾ ആയിരിക്കില്ല the third person's child's schedule. So in the schedule, for example, when the child is going to sleep, രാത്രി sleep time ആണെങ്കിൽ probably dinner at 8 o'clock, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ with the parent ഒരു book interaction ആയിരിക്കും കുഞ്ഞിന്. After that or before the book interaction they might even have a prayer time and then the book interaction and then sleep time. പലപ്പോഴും what happens is this is a personalized form of a thing. പക്ഷേ if it is not personalized, if suppose വേറൊരു കുഞ്ഞിൻ്റെ ഷെഡ്യൂൾ is going to be like dinner time, after that a little bit of watching TV, പിന്നെ അത് കഴിഞ്ഞിട്ട് a little bit of prayer time, പിന്നെ അത് കഴിഞ്ഞിട്ട് a little bit of listening to music before sleep, ആ ഒരു ഷെഡ്യൂൾ if I go and implement, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ there will be a lot of behavioral tantrums that the child is showing because കുഞ്ഞിൻ്റെ റൂട്ടീൻ അല്ല നമ്മൾ കാണിക്കുന്ന ഷെഡ്യൂൾ. സോ പലപ്പോഴും പേരൻസ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് വെൻ ഇറ്റ് കംസ് ടു വിഷ്വൽ ഷെഡ്യൂൾസ് ഇസ് വേറൊരു കുഞ്ഞ് അല്ലെങ്കിൽ വേറൊരു പേരൻറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ ആയിരിക്കും പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞിനും ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത്. സോ ദിസ് ഈസ് എ വെരി റോങ് നോഷൻ. സോ വെൻ ഇറ്റ് കംസ് ടു കമ്പാരിസൺ, വെൻ ഇറ്റ് കംസ് ടു എൻ്റെ കുഞ്ഞ് ഇത് ചെയ്യണം ബിക്കോസ് മറ്റേ കുഞ്ഞ് അത് ചെയ്യുന്നുണ്ട്. സോ ഫിസിക്കൽ റിമൈൻഡേഴ്സ്, okay, and you have your നമ്മുടെ കുഞ്ഞ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഫേവറേറ്റ് ടോയോ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഈവൻ പ്രോബബ്ലി സെയിങ് ദാറ്റ് വെരി ഗുഡ് കുഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു, ഓർ ഐ എം വെരി ഹാപ്പി കാരണം കുഞ്ഞത് ചെയ്തു, ഓർ ഈവൻ പുട്ടിങ് എ സ്മൈൽ, പേരൻസിൻ്റെ മുഖത്തുള്ള ഒരു ചെറിയൊരു പുഞ്ചിരി പോലും ഒരു റീഇൻഫോഴ്സ്. ഒരു കപ്പ് ഓഫ് വെള്ളം എടുത്ത് കുഞ്ഞിൻ്റെ കൈ കൊടുക്കാം ടു വാഷ് ഹിംസെൽഫ് ഓർ ടു മേക്ക് ഹിംസെൽഫ് clean, and then probably പുറത്ത് വരുമ്പോൾ showing the child the washing basin or opening the tap to show the child that the child can wash his hand or her hand.
Okay, so നമ്മുടെ so physical reminders നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ what happens is they will have that level of reduction in the anxiety, okay, because അവർക്ക് ഓൾറെഡി അറിയാം ഇതാണ് അമ്മ അല്ലെങ്കിൽ ഇതാണ് അച്ഛൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നത് that my child has to be doing. Okay, so what happens is പലപ്പോഴും when we don't have a physical reminder or when we don't have a reinforcement, first time കുഞ്ഞ് ചെയ്യുമായിരിക്കും because it's very interesting. First time നമ്മൾ ചെയ്യുമ്പോൾ it's really interesting, but gradually എന്താ പറ്റുക, there is no reinforcement, so I don't have to continue whatever is actually told by the parent or done by the parent. Why? Because എനിക്ക് അവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ ഐ വിൽ നോട്ട് ഫോളോ ദി ഷെഡ്യൂൾ വാട്ട് എവർ ഇസ് ദെയർ എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരാം. ഓക്കെ, സോ ദീസ് ആർ ദ 4 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ദാറ്റ് വി വിൽ ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഒരു വിഷ്വൽ ഷെഡ്യൂൾ നമ്മുടെ കുഞ്ഞിന് ഉണ്ടാക്കുമ്പോൾ. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് prompts are very important, and whenever it is necessary it has to be given. Okay, so പലപ്പോഴും വിഷ്വൽ ഷെഡ്യൂൾസ് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞിൻ്റെ റൂട്ടീൻ നമ്മളൊരു പിക്ടോഗ്രഫിക്കൽ ഫോമിലോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും പേരൻസ് ഓവറായിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്നത് കാണാം. സോ they will point to it, അല്ലെങ്കിൽ അത് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കും. Of course, parents are the model ചെയ്യണം. You should show your child how to use the child's visual schedule, but you are not supposed to overdo the prompt. The child has to be in the loop. If the child has to get the prompt, then the parent will have to pitch in and give the prompt. Okay, and the next thing is നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഓർ ഇറ്റ്സ് വെരി നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഇസ് finishing it. ബാക്കിയുള്ളവരുടെ tool that I'm using, that is plate, wash, towel and bin, is basically for for the dinner time. Okay, so I say that കുഞ്ഞ് ആദ്യം പ്ലേറ്റ് എടുക്കണം, പിന്നെ അത് കഴിഞ്ഞ് പ്ലേറ്റ് ഒന്ന് കഴുകണം, പിന്നെ അത് കഴിഞ്ഞ് പ്ലേറ്റ് ഒന്ന് തുടയ്ക്കണം. Okay, so this is what I'm expecting my child to do എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ, after the child takes the plate, ഇവിടെ ഇരിക്കുന്ന picture, the child can drop into the bin, saying that ഞാൻ ഓൾറെഡി പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞു. The next thing is wash. ആ പ്ലേറ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ the child can put it into the bin, saying that ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. And finally towel. So once the child is already wiped it, the child can say, okay, I've used the towel to finish it, so I can put that into the bin. So നമ്മളിങ്ങനെ സ്കോർ ഔട്ട് ചെയ്ത് 1 1 1 എന്ന് പറഞ്ഞ് നമ്മൾ സ്കോർ ഔട്ട് ചെയ്ത് കളയുമ്പോൾ what happens is നമുക്കും we feel a sense of satisfaction. Likewise for the child will also feel a sense of satisfaction. They will feel happy with the fact that they have done something. So what happens ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ there is one set of behavior or there is one set of task that the child has completed with a lot of effort. Okay, ഇപ്പോൾ ഇവിടെ ഇടുന്ന എഫേർട്ട്, പ്ലേറ്റ് എടുത്ത് വാഷ് ചെയ്ത് ടവൽ വെച്ച് തുടയ്ക്കുന്ന ആ ഒരു എഫേർട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കുഞ്ഞിന് ആങ്സൈറ്റി ഉണ്ടാവില്ല. ദ ചൈൽഡ് വിൽ നോട്ട് ഗെറ്റ് റിയലി ആങ്ഷ്യസ് ഓൺ ഓക്കെ പ്ലേറ്റ് കഴുകി കഴിഞ്ഞ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലേറ്റ് എടുത്തു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്. ദ ചൈൽഡ് വിൽ നോട്ട് ബി ആങ്ഷ്യസ്. ദ ചൈൽഡ് വിൽ ബി pre-prepared. ഓൾറെഡി കുഞ്ഞിൻ്റെ തലയിലുണ്ടാവും ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. The first thing. The second thing what is going to happen is the child will start understanding that okay, so I finished this and ഇത് കഴിഞ്ഞിട്ട് there is a next task for me. Okay, so the next task can be a different schedule of course, പക്ഷേ the child will start understanding ഇവിടെ ഒരു sequence ഉണ്ട് and then I can follow the next part of the sequence. Okay, so അവിടെ അങ്ങനെ വരുമ്പോൾ what happens is അവരുടെ behavioral problems are getting more refined. Okay, probably പ്ലേറ്റ് എടുത്ത് താഴെയിട്ട് പൊട്ടിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ പ്ലേറ്റ് വലിച്ചെറിയുന്ന ഒരു കുഞ്ഞാണെങ്കിൽ they will know what to do next, what the parents are expecting എന്നുള്ളൊരു ഐഡിയ അവരുടെ മനസ്സിലുണ്ടാവും. So after prompts, the sixth part is striking things out of the list. Striking after finishing it. Okay, so the finish is very important after we finish it. And then the next thing that we have to, child is looking for what next, എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടേ എന്നുള്ളത്. the child is looking for what next, എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടേ എന്നുള്ളത് the child is looking out for. So give the child a direction.
ഒരു ഏരിയ കൊടുക്കുക ദാറ്റ് ഈ ഒരു ലെയിനിലാണ് കുഞ്ഞ് നീങ്ങേണ്ടത്. ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ബി ഡൂയിങ്. ഓക്കെ, സോ ഞാൻ പലപ്പോഴും ഇവിടെ ശ്രവണ വരുന്ന പേരൻസായിട്ട് സംസാരിക്കുമ്പോൾ ചില പേരൻസ് പറയുന്നത്, ഞങ്ങൾ അറിഞ്ഞില്ല കുഞ്ഞിന് ഇത്രയും ആങ്സൈറ്റി ഉണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ല കുഞ്ഞ് ഇതാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ദിസ് ഈസ് വെരി സാഡ് ബിക്കോസ് ആസ് പേരൻസ് വി ഹാവ് ടു ബി, അവരുടെ ഓരോ ഫിസിക്കൽ മൂവ്മെൻറ്റും അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ആക്ച്വലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ് നമ്മൾ കോൺഷ്യസ്ലി ഓക്കെ നെക്സ്റ്റ് ഇതായിരിക്കും എൻ്റെ കുഞ്ഞ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ കുഞ്ഞ് ചെയ്യുന്നത് എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. നോ, നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ആൻറ്റിസിപ്പേഷൻ, ബട്ട് അറ്റ്ലീസ്റ്റ് കുഞ്ഞ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും, ഞാൻ അതിന് എന്താ ചെയ്യാനായിട്ട് വേണ്ടത്, ഹൗ ഷുഡ് ഐ ഓർഗനൈസ് ഇറ്റ്, ഹൗ ഷുഡ് ഐ ബി എ പോസിറ്റീവ് പാർട്ട് ഇൻ ഈവൻ ഇഫ് ദ ചൈൽഡ് ഇസ് ഷോയിങ് എ ബിഹേവിയർ എന്നുള്ളത് you should know how to do it, and you should know how to anticipate the child's behavior. Okay, so this is a very a way to actually organize the child's behavior, organize the child's day. Okay, so these are some steps. So first thing is manage the entire the visual schedule, then preferred activity, non preferred activity to go to mix cheya, then personalize it because every child is different, so you can't have the same schedule for everybody. Physical reminders and reinforcement kodukka, which is so important because reinforcement koduthu kayinja they will have their they will have their positive hormones always working, and they will feel like doing a lot more on the visual schedule and following it in a much better way. Items, so these are some things that we can actually do for the child to be get into a more refined form or into a more organized form. Okay, so when we do this, kunyinte anxiety korayuvanu, at the same time kunyinte oru kunye anticipate cheyna കാര്യങ്ങൾ എന്താ എന്നുള്ളത്, ഐ മീൻ കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പേരൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ചൈൽഡ് ഇസ് ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് അച്ഛനും അമ്മ ഡീൽ വിത്ത് ഇറ്റ്, അല്ലെങ്കിൽ ഭയങ്കര ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ ഐ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. Okay, so we're going to see a very small example, a ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ തെറപ്പി സെഷൻ, യൂഷ്വലി തെറപ്പി സെഷൻസിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു സിനാരിയോ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഐ എം ഷുവർ ലോട്ട് ഓഫ് പേരൻസ് ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ കുഞ്ഞ് തെറപ്പി സെഷനിലോട്ട് കയറി വരുവാണ്. ആൻഡ് ദ ചൈൽഡ് ഇസ് വെരി മച്ച് ഡിസ്ട്രാക്റ്റഡ്, കരഞ്ഞ് കൂവി, കുഞ്ഞ് doesn't want to come to the therapy session because of various reasons, XYZ, leaving the father, leaving the mother, അവര് തെറപ്പി സെഷനിൽ കയറി വരിക. സോ ഇങ്ങനെ കയറി വരുമ്പോൾ ദ ചൈൽഡ് ഡസൻറ്റ് നോ എന്താ സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ തെറപ്പി സെഷൻ, ഒന്നും ആ കുഞ്ഞിനെ അറിയുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് എ ഫസ്റ്റ് സിനാരിയോ. പിന്നെ കയറി വന്ന് ദ ചൈൽഡ് സിറ്റിംഗ് വിത്ത് ദ തെറപ്പിസ്റ്റിന് ഓൾറെഡി എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓർ എ സെറ്റ് ഓഫ് goals already ഉണ്ട്. The therapist know that this is what I'm going to work on. Okay, so that കുഞ്ഞിനെ അറിയത്തില്ല, child is sitting there, doesn't know what to do. The next part is the therapist involving with the child. പക്ഷെ എന്നാലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, so overwhelmed and doesn't know what next the child has to be doing. Now ഇങ്ങനത്തെ ഒരു സിനാരിയോ ഐ എം ഷുവർ തെറപ്പിക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസ് ആണെങ്കിൽ യു ഓൾ വുഡ് ഹാവ് ആക്ച്വലി എൻകൗണ്ടേർഡ് ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു കുഞ്ഞിന് ഹൗ ടു ക്രിയേറ്റ് എ വിഷ്വൽ ഷെഡ്യൂൾ. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് തെറപ്പിക്ക് കൊണ്ടുപോകുന്നതിനേക്കാളും മുമ്പ് തന്നെ ദാറ്റ് ദ ചൈൽഡ് ഈസ് ഗോയിങ് ടു ക്രൈ. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക ദാറ്റ് ദ ചൈൽഡ് ഈസ് ഗോയിങ് ടു ക്രൈ. ദ ഫസ്റ്റ് തിങ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നത്, you're going to show a picture, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തെറപ്പിയിൽ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ടോയ് കാണിച്ച് you're going to tell the child verbally that നമുക്കൊരു തെറപ്പി ടൈം ഉണ്ട്. You're going to explain this to the child. Okay, therapy time ഉണ്ട്, that you even before therapy session കൊണ്ടുപോകുന്നതിനേക്കാളും മുമ്പ് തന്നെ you have to explain it to the child. നമുക്ക് ഇന്ന് തെറപ്പി സെഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ തെറപ്പിക്ക് പോകുന്നതിനേക്കാളും മുമ്പ് we are going to go in the car or in the bike or in the auto, however. Okay,
So personalize ചെയ്യുക കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത് personalize ചെയ്യുക. You're going to show a picture or you're going to show an object അല്ലെങ്കിൽ you're going to show a particular ചിലപ്പോൾ it can also be റോഡിൽ പോകുന്ന ബൈക്ക് കാണിച്ചിട്ടോ somehow you're going to explain to the child that we are going to use the bike to go there. Okay? After that, once അവിടെ എത്തിക്കഴിഞ്ഞിട്ട് you're going to tell the child auntie. Okay? So there is therapist, there is child. You are expected to sit with auntie, ma'am, whatever the child addresses the therapist as. Okay? So here it's a very simple schedule. Therapy, going by the child's vehicle, transport, the child. Because ഒരു പക്ഷേ വൺസ് അവിടെ തെറപ്പി സെഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരൻസിന് അറിയുന്നില്ല വാട്ട് ഈസ് ദ തെറപ്പിസ്റ്റ് ആക്ച്വലി ഷെഡ്യൂൾഡ് ഫോർ ദ ഡേ. പ്രോബബ്ലി ദാറ്റ് ഷെഡ്യൂൾ വിൽ ബി ക്യാരിഡ് ഫോർവേഡ് ബൈ ദ തെറപ്പിസ്റ്റ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾസോ ടെൽ ദ ചൈൽഡ് ദാറ്റ് വൺസ് ദ ചൈൽഡ് ഫിനിഷസ് തെറപ്പി സെഷൻ, ഓക്കെ, വൺസ് ഇത് ഷെഡ്യൂൾ 2, ഓക്കെ, once therapy is over, what is going to happen next? Where are we going? വീട്ടിൽ പോവാണോ, പാർക്കിൽ പോവാണോ, എവിടെയാ എന്നുള്ളത് make it very clear to the child. Okay, so when you make ഈ ഒരു clarity കൊണ്ടുവരുമ്പോൾ what happens is the child is more the child actually knows, okay, now this is what is going to happen, so this is how after I finish my therapy session is going to happen. If this place is going to be really happy for the child, okay, probably a parki konduvannu parayumbol they'll be really happy about it. So that is a happy place for the child. They will perform wonderfully therapy session la. Okay, so you have your schedule 1, schedule 2 therapy nadakkunnadane, and you have your schedule 3. So schedule 3, so once they know this is the end product, once ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ this is the end product എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they might be very well in their therapy session. This cry or this anticipatory behavior can be managed so well by the parent. And just imagine ഒരു കരഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന ഒരു കുഞ്ഞ്, ഒരിക്കലും ഒരു തെറപ്പി സെഷന് കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞിന് if the visual schedules are they're able to manage it so well, then probably after a couple of sessions അവരുടെ കരച്ചിൽ അങ്ങോട്ട് പയ്യെ നിൽക്കും. They will start understanding that this is a safe place, I will get to do learning here, I will get to do activities here, I will be able to do a lot more of things in here. Okay, so this is important. Okay, and അല്ലെങ്കിൽ just imagine നമ്മൾ പറയുന്നില്ല that the child only has to go for therapy, that's all. ആ കുഞ്ഞിനെ ആക്ച്വലി ഇത് മാത്രമേ അറിയുന്നുള്ളൂ, that go to the therapy, but the child is not understanding അവരെങ്ങനെയാ പോകുന്നത്, എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നത്, or finally even വീട്ടിലാണോ പാർക്കിലാണോ തിരിച്ചെത്തുന്നത് ഒന്നും അവർക്ക് അറിയുന്നില്ല. So what happens, there will be so much of tantrums, പേരൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ ടാൻട്രംസ് ആയിരിക്കും, ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു സച്ച് എ ബിഗ് chaotic സിറ്റുവേഷൻ. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് യു ക്യാൻ സ്റ്റാർട്ട് റിഫൈനിങ് യുവർ ചൈൽഡ്സ് ബിഹേവിയർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ചാലഞ്ചിങ് ബിഹേവിയേഴ്സ് കാണിക്കുമ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ചൈൽഡ് ഈസ് ആക്ച്വലി ലൈക്സ് ദിസ്, ആൻഡ് വിത്ത് ദ ലൈക്സ് ഡിസ്ലൈക്സും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ കുഞ്ഞിന് തെറപ്പി പോകാനായിട്ട് ദ ചൈൽഡ് ഹാസ് ദ ഡസൻറ്റ് ലൈക്ക് എന്നാണെങ്കിൽ വിത്ത് തെറപ്പി വി ആർ ക്ലബിങ് ദിസ് കാർ ഓർ ബൈക്കിലാണ് പോകുന്നത്. ഓക്കെ, വിത്ത് തെറപ്പി യു ആർ ക്ലബിങ് വീട്ടിൽ അല്ലെങ്കിൽ പാർക്കിലാണ് പോകുന്നത്. Okay, the child's likes versus the child's dislikes, and ഇത് ചെയ്യണമെങ്കിൽ it's important that the parents അറിഞ്ഞിരിക്കണം. Okay, what the child likes and what the child dislikes എന്നുള്ളത് parent അറിഞ്ഞിരിക്കണം. Okay, so we are going to see how ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ we are going to see how we are Okay, so we are going to see
how we are going to implement this visual schedule. എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഓക്കെ, ആൻഡ് വെൻ യു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇത് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ദർ ഇസ് വൺ ഓഫ് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി ബ്യൂട്ടിഫുൾ ചാർട്ട് വിച്ച് ഇസ് അവൈലബിൾ, ഇൻ്റർനെറ്റിലും അവൈലബിൾ ആണ്. ഐ വിൽ ഓൾസോ ഗിവ് യു എൻഡ് ഓഫ് ദി സെഷൻ ഞാൻ ഐ വിൽ ഗിവ് യു എ ഫ്യൂ ആപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. യു ഹാവ് സംതിങ്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ കാർഡാണ്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ദി ഫസ്റ്റ് and then card. Okay, it is called the first and then. Okay, so the first and then card is used by teachers, it is used by therapists, it is used by parents from a very long time. ഈ ഫസ്റ്റ് ആൻഡ് ദെൻ കാർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ആൻഡ് ദെൻ കാർഡിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. സോ വെൻ യു നോ ദാറ്റ് കുഞ്ഞിനെ ഒരു ബിഹേവിയർ ലൈക്ക് ബൈറ്റിംഗ് ബിഹേവിയർ ഉണ്ട്. Okay, the child is just going to bite you no matter what, the child is going to bite you എന്നുള്ളതാണെങ്കിൽ, so you're going to use this first and then you're going to give this then card. Okay, so first what will it be? The child has a biting behavior, so you can say that no bite. Okay, no bite പറയുമ്പോൾ തന്നെ കുഞ്ഞ് is going to have a lot of tantrums. Okay, so here you're going to use something which the child likes. Okay, ഈ no എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ the child is going to go off. Okay, so you're going to use something like what the child likes. That can be it can be a cookie, it can be the child's favorite toy, or it can be any of the objects in the house that the child likes. Okay, so no bite വരുമ്പോൾ immediately club it with then. So when it comes to then, if you don't bite, ഒരു no bite ആണെങ്കിൽ if you don't bite, then I will give you this. I will give you cookies, or I will give you your toy, or I will give you your ball, or your favorite thing, the favorite object I will give you. So what happens is the child understands that first it's a no bite, which the parent is very clear, അല്ലെങ്കിൽ the therapist അല്ലെങ്കിൽ teacher ഭയങ്കര ക്ലിയർ ആയിട്ട് പറയാം it is a no bite, then I am going to do this. പക്ഷേ ഈ ഒരു കാർഡ് കാണിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സ്പെസിഫിക്. ഓക്കെ, ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കരുത്. പലപ്പോഴും ഞാൻ പേരൻസിനെ കണ്ടിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ട് എസ്പെഷ്യലി, നീ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് അത് തരാം, ഇത് തരാം, എല്ലാം തരാം, പക്ഷെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് there is nothing at all that you give the child. Okay, and the second time that the child does it, എങ്ങനെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാതെ the child is going to eat the food, or like the child is okay for you to feed the food. Of course, feeding is ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്, ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് അതൊരു ബിഹേവിയറലി നോക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രോമിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗിവ് ഇറ്റ്. കൊടുത്തില്ലെങ്കിൽ they never going to comply with us, they never going to be okay with us. Okay, so first it is no bite, then it is your favorite your favorite thing. So this is very important. Okay, and this is a strategy that most therapist use ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് ആൻഡ് ദെൻ കാർഡ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ അതായത് ഗൂഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ there are so many cards, there are so many things that can be used ഈ ഫസ്റ്റ് ആൻഡ് ദെൻ എന്ന് വരുമ്പോൾ. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഐഡിയ ഇസ് എ വെരി സിമ്പിൾ ഐഡിയ. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ദെന്നിന് നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഫസ്റ്റ് സ്റ്റഡി then play. Okay, this is a common thing നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് eat food, then go and play, because play എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. So clubbing something which is more difficult, which is something which is more simple. Okay, so coming towards the benefits of visual schedule. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും why should I use, എന്തുകൊണ്ടാണ് ഈ വിഷ്വൽ ഷെഡ്യൂൾസ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ അത് ചുമ്മാ കാണിച്ചാൽ പോരെ, എന്തെങ്കിലുമൊക്കെ ഒരു ഓബ്ജക്റ്റ് ഒന്ന് കാണിച്ചിട്ട് എനിക്ക് ചെയ്താൽ പോരെ എന്നുള്ളത്. നോ,
വിഷ്വൽ ഷെഡ്യൂൾസിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. The first or the important part about visual schedules is ഇത് structured ആണ്, ഇത് predictable ആണ്. Okay, so it is structured and it is predictable. Okay, so the child knows what is going to happen next. എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കുഞ്ഞിന് അറിയാം. If the child doesn't know, like I told you, മറ്റേ example of the child with the behavior, if the child doesn't know what is going to happen next, ഇപ്പം നമുക്കായി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ, എന്താ അടുത്ത് നടക്കാൻ പോകുന്നത്, obviously we'll have that. ആൻഡ് നമ്മുടെ ദിവസവും ചിലപ്പോൾ നമ്മൾ വി വിൽ പ്രീ പ്ലാൻ ഇറ്റ്, ലൈക്ക് ഒരു പ്രീവിയസ് ഡേ നമ്മൾ പറയും ഓക്കെ വി ഗോയിങ് ടു ഫോളോ 1 2 3 4 ആസ്പെക്ട്സ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ പറയും. സോ വെൻ വി ഹാവ് ദ സ്ട്രക്ചർ, വെൻ വി ഹാവ് തിങ്സ് വിച്ച് ആർ മോർ പ്രിഡിക്റ്റബിൾ, we will be more organized. Likewise with the child, കുഞ്ഞിന് ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ when you give a predictable structure, കുഞ്ഞിൻ്റെ ബിഹേവിയേഴ്സ് കുറയുന്നത് കാണാം, കുഞ്ഞിൻ്റെ ആങ്സൈറ്റി കുറയുന്നത് കാണാം. ആൻഡ് ദിസ് വിൽ ഡയറക്ട്ലി എഫക്ട് ദ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പയ്യെ അവിടെ സ്പീച്ച് ഡെവലപ്പായി തുടങ്ങും. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യമല്ല നാളെ ചെയ്യുന്ന കാര്യമല്ല മറ്റന്നാൾ ചെയ്യുന്നത്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇൻക്രീസസ് ലേണിംഗ്. സോ ഇൻക്രീസസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ ടു ഡു വിത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും കുഞ്ഞിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ക്ലബ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. സോ വാട്ട് യു കെൻ ഡു ഈസ് ഇവിടെ ലേണിങ്ങിന് വേണ്ടിയിട്ട്, അതായത് എൻ്റെ കുഞ്ഞ് ഇന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഒരുപാട് നമ്മളെല്ലാവരും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. സോ ദാറ്റ് യു കെൻ ഇൻക്ലൂഡ് ഇൻ യുവർ വിഷ്വൽ ഷെഡ്യൂൾ. മൈ ചൈൽഡ് ഷുഡ് നോ. ഇപ്പോൾ പലപ്പോഴും വിൽ സേ ദാറ്റ് ഓക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ത്രൂ ദ പ്ലേറ്റ് ഇൻ ടു ദ സിങ്ക് ആൻഡ് അത് കഴിഞ്ഞിട്ട് യു കെൻ ജസ്റ്റ് വാക്ക് ഓഫ് ആൻഡ് ഗോ ഫോർ യുവർ നെക്സ്റ്റ് ആക്ടിവിറ്റി. പക്ഷെ ചിലപ്പോൾ വി വിൽ ആക്ച്വലി പ്രിഫർ ദാറ്റ് മൈ ചൈൽഡ് ഷുഡ് ഈറ്റ്, വാഷ് ദ പ്ലേറ്റ്, കീപ് ഇറ്റ് ബാക്ക് ഇൻ ടു ദ റാക്ക്, എന്നിട്ട് ഗോ ഫോർ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. So if you want your child to learn that also, what happens is you can start including it into the schedule. Okay, if you need to know that സ്കൂളിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ തെറപ്പി സെഷനിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ the child should remove the dress and then go, and either you can expect the child to just remove the dress and then probably wear on the വീട്ടിൽ ഉള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് probably the child can move on with the day. Or if you expect the child to have remove the dress, put it back into the wardrobe or putting back into the washing machine, and then after that wear on the next clothes. So what happens is നമ്മൾ ഇവിടെ എന്താണോ കുഞ്ഞ് പഠിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു ഷെഡ്യൂളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ what happens, we know what direction our child is learning, what our child is learning. So it becomes so easy കുഞ്ഞിൻ്റെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടാനായിട്ട്, കുഞ്ഞിൻ്റെ ആ ഒരു ഡെയിലി റൂട്ടീൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആ ഒരു അക്കാഡമിക്സ് ബിൽഡ് ചെയ്യാനായിട്ട്. സോ വാട്ട് ദ ചൈൽഡ് ഹാസ് ടു ലേൺ, you have to be putting it into this particular schedule. So the next thing is turning abstracts into concrete. Abstract എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുവാണ് the child is having a schedule of നമ്മൾ കുഞ്ഞിനോട് പറയാം നാളെ എഴുന്നേറ്റ് യു ഹാവ് ടു ബ്രഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുവാണ്. സോ വാട്ട് ഹാപ്പൻസ്, കുഞ്ഞിനൊരു പിക്ചറും കിട്ടുന്നില്ല, കുഞ്ഞിനൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത്, നത്തിങ് അറ്റ് ഓൾ. പക്ഷേ വെൻ യു ഹാവിങ് ഇറ്റ് ഇൻ എ മോർ സിസ്റ്റമാറ്റിക് ഫോം, ഓർ ഇഫ് യു ഹാവിങ് ഇറ്റ് ഇൻ എ മോർ കുഞ്ഞിനെ കാണാൻ പറ്റുന്നൊരു രീതിയിൽ ഓർ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിൽ കുഞ്ഞിനുണ്ടെങ്കിൽ you are creating the abstract form into a more concrete form, okay, which is the third part. Okay, you are creating abstract into concrete. Okay, so abstract into concrete. So this is important, and when you do this, when you create an abstract form into a concrete form, abstract form എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തത് പക്ഷെ നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് abstract എന്ന് പറയുമ്പോൾ. concrete എന്ന് പറയുമ്പോൾ നമുക്ക് കുറേയും കൂടിയും കാണാൻ പറ്റുന്നതും കുറേയും കൂടിയും we can touch it, we can feel it, we know how it is. Okay, it has a
it has an object or it has something to it. So what this is an it's crucial for them to understand. Okay, and നമ്മൾ എങ്ങനെയാണ് അവരെ മനസ്സിലാക്കിപ്പിച്ച് എടുക്കുക? സോ ലൈക്ക് ഐ ടോൾഡ് യു, എപ്പോഴും പിക്ചേഴ്സ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇറ്റ് കെൻ ബി ഓബ്ജെക്ട്സ്, ഇറ്റ് കെൻ ബി എനിത്തിങ് ദാറ്റ് ദ ചൈൽഡ് സീസ്, ഇറ്റ് കെൻ ബി ഷേപ്സ്, കളേഴ്സ്, എനിത്തിങ് ദാറ്റ് ദ ചൈൽഡ് സീസ്. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട് ഈസ് അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് മൈ ചൈൽഡ് ഹാസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഈ ഒരു ഇൻഡിപെൻഡൻസ് ആണ് നമ്മളിവിടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് എൻ്റെ കുഞ്ഞ് നാളെ എൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കണം. ആൻഡ് ഇഫ് ദിസ് ഹാസ് ടു ബി സോ, ഐ ഹാവ് ടു ടീച്ച് മൈ ചൈൽഡ് ഹൗ ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ദിസ് വിഷ്വൽ ഷെഡ്യൂൾസ് ആ ഒരു ഇൻഡിപെൻഡൻസ് ആണ് കുഞ്ഞുങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇഫ് യുവർ ചൈൽഡ് ഡസൻറ്റ് നോ ദാറ്റ് ഈ ഒരു ഷെഡ്യൂൾ യൂസ് ചെയ്യണം, ഇഫ് ദ ചൈൽഡ് ഇസ് നോട്ട് ഓർഗനൈസ്ഡ്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സോഷ്യൽ ലൈഫിൽ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുക? ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് വൈ നമ്മളൊരു വിഷ്വൽ ഷെഡ്യൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ റൂട്ടീൻസ് ഓർഗനൈസ് ചെയ്യുവാണ്, അവരെ ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുവാണ്, അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫൈനൽ പാർട്ട് ഓഫ് ദിസ് ഇസ് എങ്ങനെയാണ് ഈ വിഷ്വൽ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? ഓക്കെ, സോ ഞാനിപ്പോൾ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഓക്കെ, ടിപ്സ് ഫോർ യു ടു യൂസ് വൈൽ യു ക്രിയേറ്റ് എ വിഷ്വൽ ഷെഡ്യൂൾ. സോ ഈ ടിപ്സ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ സീ how you are able to be a part of your child's life. Okay, a very solid part of your child's life, you will understand. Okay, so the first tip is you have to know what your child's routine is. Okay, എൻ്റെ കുഞ്ഞിൻ്റെ റൂട്ടീൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കണം. Now if you don't know, okay, ഇപ്പോൾ കുഞ്ഞിൻ്റെ റൂട്ടീൻ എങ്ങനെയാണെന്നുള്ളത് ഇഫ് വി ഡോണ്ട് നോ, കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുക. സി, ഒരു ദിവസം ഫുള്ള് കുഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. കുഞ്ഞിൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഒബ്സർവ്. കുഞ്ഞിൻ്റെ റൂട്ടീൻ മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഒബ്സർവ്. കുഞ്ഞിൻ്റെ പ്രിഫറൻസസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഒബ്സർവ്. സോ ഒബ്സർവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് തിങ് കുഞ്ഞിൻ്റെ റൂട്ടീൻ എന്താണെന്നുള്ളത്. Very important. The second thing is break it down into steps. Okay, break it into steps. So എൻ്റെ കുഞ്ഞിൻ്റെ റൂട്ടീൻ രാവിലെ എഴുന്നേറ്റ്, like I told you, going to school or going to after school, coming back and then doing something like tea time, and then after that if it is play time, ഈ പറയുന്ന സ്കൂൾ സെഷൻ ബിഫോർ ഗോയിങ് ടു സ്കൂൾ ഓർ ഈ പറയുന്ന ടീ ടൈം ബ്രേക്ക് ഇറ്റ് ഡൗൺ, മേക്ക് ഇറ്റ് മോർ ഇൻ ടു എ മോർ സിംപിളർ ഫോം. ബിക്കോസ് എത്രയോ സിമ്പിൾ ആക്കുന്നു അത്രത്തോളം ചിൽഡ്രൻ വിൽ സ്റ്റാർട്ട് ഇൻവോൾവിങ്, ചിൽഡ്രൻ വിൽ സ്റ്റാർട്ട് യൂസിങ് ദ വിഷ്വൽ ഷെഡ്യൂൾസ് വാട്ട് എവർ ദേ ഹാവ്. സോ ബ്രേക്ക് ഇറ്റ് ഇൻ ടു എ മോർ സിംപിളർ ഫോം. ദ നെക്സ്റ്റ് തിങ് ഈസ് ഡിറ്റർമൈൻ ഫോർ ഹൗ ലോങ് ദ ഷെഡ്യൂൾ ഇസ്. ഓക്കെ, സോ ഡിറ്റർമൈൻ ഫോർ ഹൗ ലോങ്. സോ if you know, like I told you, രാവിലത്തെ ഷെഡ്യൂളാണ് അല്ലെങ്കിൽ 1 hour ഷെഡ്യൂളാണ് അല്ലെങ്കിൽ 2 hours ഷെഡ്യൂളാണ് ദാറ്റ് ഐ എം പ്രിപ്പയറിംഗ് ഫോർ മൈ ചൈൽഡ് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ സ്റ്റാർട്ട് ആൻഡ് ദിസ് ഇസ് ദി എൻഡ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഹാവ് ടു മേക്ക് ദ ഷെഡ്യൂൾ ലൈക്ക് ദാറ്റ്. If I know that my child is going to have therapy session കഴിഞ്ഞ് the child is going to a park എന്നുള്ളതാണെങ്കിൽ then you are going to have a schedule only for a therapy time till the child goes to a park. So then you know how where to start and where to stop. And the next one is choose what is appropriate for the child. Choice making. Okay, choice making is important. So like I told you, ella kunningalkum pictures aayirkanam illa, which is more important. It can be objects, or it can be their particular toy. So give them opportunities to choose. Let them make a choice on what they like and what they don't like, and start putting that into the visual schedule. Okay, and then ensure that
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ once the child has finished a particular task, ensure that they have they're putting it into the finish bin, or they are indicating to you that this is കഴിഞ്ഞു or this is done. I have to be doing this and to finish this particular thing. So ensure that അവർ ഈ ഒരു particular loopൽ നിൽക്കുകയാണെന്നുള്ളതും and ensure that they are able to finish the task appropriately. Okay, and remember, like I told you, positive reinforcements are very, very, very important. Reinforcement എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുന്നു അത്രത്തോളം they will start responding to you. So this is all about the visual schedules. പിന്നെ നിങ്ങൾക്ക് visual schedules ഉണ്ടാക്കാനായിട്ട് I am just writing out few sites of here. So ഈ സൈറ്റുകൾ നിങ്ങൾക്ക് you can just scroll through and then you can have a look into how the visual schedules are used. So first one is lessonpics, lessonpics.com. So ഇവിടെ you have a lot of നിങ്ങൾക്ക് actually ഒരു ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. You can make your child's own visual schedule using the child's photos. പിന്നെ you can also use you have do to learn എന്നുള്ളത് പറഞ്ഞൊരു this is also a website which you can actually scroll through and use. So ഇതിനകത്തും കുഞ്ഞുങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന വിഷ്വൽ ഷെഡ്യൂൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. Okay, and I hope this webinar നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. If you have any doubts, please feel free. We can connect. ഇപ്പോൾ we can connect right now. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. Hello. Yes, sure, ma'am. Yes, ma'am. Thank you so much. Because നമ്മൾ അറിഞ്ഞോ അറിയാതെ every day we are using visual schedules. So ഇത് കുഞ്ഞുങ്ങൾക്ക് we don't know how receptive they are to it. So when we start adding on